ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു സ്പോർട്സ് സിനിമയാണ്. സിനിമയുടെ പേരാണ് വീരക്കലൈ. വേണ്ട ഇനി ഒന്നും വേണ്ട. ரொம்ப தூரம் போயிட்டேன். ஃபுல்லா முடிச்சிட்டு தான் திரும்பி வர முடியும். ഈ സിനിമ തുടങ്ങുന്നത് ഒരു കാട്ടിലാണ്. അതാ ഒരു പൂമ്പാറ്റ. ഇനി എട്ടുകാലി ഇര പിടിക്കുന്നത് കണ്ടാലോ? അതാ പുൽച്ചാടി. അതാ മറ്റൊരു പൂമ്പാറ്റ. ദേ വേറെ കളറുള്ള പൂമ്പാറ്റ. ചെറിയൊരു വണ്ടായാലോ? കമ്പിളിപ്പുഴു. ഇതിപ്പോ എന്റെ വീടിന്റെ ബാക്കിലുള്ള തൊടിക്ക് പോയ പോലുണ്ട്. ഹായ് കോഴി. പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണോ? അതെ, ആളുകള് തളർന്നു കാണും. നമുക്ക് തുടങ്ങണ്ടേ? ഒരു കാട്ടിലാവുമ്പോ കുറുക്കന്, പന്നി, പാമ്പ്, ബേട്ടാബിളിയൻ അങ്ങനെ ചല്ലിവില്ലെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് വേണ്ട, ഇതിവിടെ വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. കുറെ ജന്തുക്കളും അതിന്റെ ഇടയിൽ ഒരു തൊലിഞ്ഞ പാട്ടും. അങ്ങനെ ആദ്യത്തെ 4 മിനിറ്റ് പൂമ്പാറ്റയും കോഴിയും കരിവണ്ടും ഒക്കെ കൂടി ചേർന്ന് കൊണ്ടുപോയി. ഈ പരിപാടി നീ ഇവിടെ നിർത്തിക്കോ. നാട്ടുകാരിട്ട് കാണൂല്ല, നിങ്ങളതായി പരുവത്തിലാവും ചെയ്യും. എടോ ഇതൊക്കെ ഷൂട്ട് ചെയ്ത് വല്ല വൈൽഡ് ലൈഫ് ചാനലിലേക്ക് അയക്കി. അല്ലാതെ ഇതൊക്കെ വെച്ച് സിനിമ എടുത്ത് വെക്കരുത്. സിനിമ എന്താ അയാള് പാടുന്നത്? ഉറക്കത്തിന്റെ ഇടയിൽ എന്തോ പിച്ചും പയ്യും പറഞ്ഞതൊക്കെ റെക്കോർഡാക്കിയിട്ട് അങ്ങോട്ട് പ്ലേ ചെയ്തേക്കുക. അല്ലാതെ ഇതിനൊക്കെ പാട്ടിന്ന് വിളിക്കാൻ പറ്റൂ? എന്തിന്? എന്താടാ എടുത്തു വെച്ചേക്കണത്? ഒരു പാട്ടാണോ? കഞ്ഞിവെള്ളം കുടിച്ചിട്ട് പാടാൻ പറയും. അത് പാടിയത് ആരാണെങ്കിലും. അങ്ങനെ ഈ പാട്ട് കാരണം എന്റെ 7 മിനിറ്റ് പോയി. അതന്നെ. ഇയാളാണ് നമ്മുടെ പടത്തിലെ നായകൻ. ഏയ് പോലെ നിക്ക്. എന്തായാലും ഇത്ര കണ്ടില്ലേ? ആ പാട്ടൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ബാക്കി കാണാനാണ്. തുടക്കം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ ഇന്നത്തെ കഥ സൂപ്പറാണ്. പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി, മാറ്റിക്കോളാം. അതിന് താടി എവിടെ? என் பையன் முகத்துல முடியே இருக்க கூடாது. എന്നാ പിന്നെ അയാളുടെ അടുത്ത് മുട്ട അടിക്കാൻ പറഞ്ഞൂടെ? என் பையன் எல்லாரையும் விட வித்தியாசமானவன். நல்லா படிச்ச காலேஜ் பையன் மாதிரி சுத்தமா அழகா இருக்கணும். ആഗ്രഹമൊക്കെ നല്ലതാ, പക്ഷെ ഇതൊക്കെ നടക്കൂ? നമ്മുടെ നായകന്റെ പേരാണ് സെൽവ. ഒരു മരം വെട്ടുകാരനാണ്. അത് മാത്രല്ല, അയാൾ ഒരു നല്ല മനസ്സിന്റെ ഉടമയാണ്. இவருக்கு வேலையே இல்லையா? சாப்பிட்டு 4 நாள் ஆச்சா? இவரையும் நம்ம கூட வேலைக்கு சேர்த்துக்கலாமே. ஐயோ நன்றி இல்லவன, எதுக்கு பெரிய வார்த்தையெல்லாம் பேசிக்கிட்டு? ആഹാ, നന്നായിട്ട് വെട്ടുണ്ടല്ലോ. A few moments later. ഇത് ഇനിയും കഴിഞ്ഞില്ലേ? ഓ പതുക്കെ, അതിന് വേനിക്കണ്ട. മരം എണീറ്റ് വന്ന തല്ലിയാലോ? നല്ല ബീജിയം. ഹിമവൽ സ്വാമി ശരണം. ഒരു മരം വെട്ടുന്ന സീൻ കാണിക്കാൻ 15 മിനിറ്റ്. ഇത് കാണാനാണെങ്കിൽ എനിക്ക് വല്ല ഈർച്ചമില്ലിക്ക് പോയ പോരെ? ഓ വേളയെ പറഞ്ഞ മസമസ നിന്നെ വേടിക്ക പാക്കറ. ഇനി മരം വെട്ടുകാരുടെ ഒരു പാട്ട്. എന്റെ പൊന്നു ചേട്ടാ, നിങ്ങൾ മരം വെട്ടുകാരൻ തന്നെയാണ്, സമ്മതിച്ചു. ഇനി അത് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് 1/2 മണിക്കൂറിന്റെ പാട്ടൊന്നും വേണ്ട, സഹിക്കാൻ പറ്റണില്ല. ഇങ്ങനെയാണ് ഇവന്മാര് മരം വെട്ടണതെങ്കിൽ മുതലാളിയുടെ 16 അടി യന്ത്രത്തിന് അടുപ്പ് കൂട്ടുമ്പോഴേക്കും വിറക് റെഡിയാവും. ആ അത് കണ്ടില്ലേ? മുതലാളിയെ കത്തിക്കാൻ വേണ്ട വിറക് അയാൾ തന്നെ വെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അയാൾക്കറിയാം ഇവന്മാരെ ഏൽപ്പിച്ച അതും നടക്കില്ലെന്ന്. The next day. பொம்பளாளுங்க வேலை செய்யற இடத்த காட்டு. புதுகை தான் வேலையை காட்டுவாங்க. അങ്ങനെ വിറക് വെട്ടുന്ന ടീമിലേക്ക് പുതിയൊരു പെൺകുട്ടി കൂടി വരികയാണ്. അതിന്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ. ഇത് എപ്പോഴും സാച്ച വാക്കുള്ള தான் வெட்டணும்.
போக போக பழகிட்டோம். சரிங்களா? നായകൻ കോച്ചിങ് കൊടുത്തപ്പോഴേക്കും നായിക വേണിക്ക് സെൽവയോട് ഇഷ്ടം തോന്നുകയാണ്. എന്തോ തോന്നിക്കോട്ടെ, വേഗം കാണിച്ചു വിട്. ഇതിന്റെ ഇടയിൽ വിറക് വെട്ടാനും കാപ്പി കുടിക്കാനും നിൽക്കരുത്, സമയമില്ല. അതിന്റെ ഇടയിൽ വേണിയെ പാമ്പ് കടിക്കുകയാണ്. പക്ഷെ ഏത് പാമ്പാണ് കടിച്ചതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. വേണിയെ രക്ഷിക്കാൻ വേണ്ടി സെൽവ കാടിന്റെ ഉള്ളിലേക്ക് പോയി ഏതൊക്കെയോ ഇലകളൊക്കെ പൊട്ടിച്ച് അത് കയ്യിൽ വെച്ച് ഉരച്ച് മണത്തു നോക്കി വലിച്ചെറിയുകയാണ്. ഇന്നലത്തെ മൂത്രത്തിന്റെ മണം. ഇയാള് പേപ്പട്ടി കടിച്ച പോലെ എന്തൊക്കെയോ കാട്ടി കൂട്ടാണ്. എടോ, കാട്ടില് മൊത്തം എത്ര ഇല ഉണ്ടോ? താൻ അതൊക്കെ പൊട്ടിച്ച് ഉരച്ച് മണത്ത് വരുമ്പോഴേക്കും വേണിയുടെ ചെത കത്തിക്കാൻ അവിടെ റെഡിയാക്കി ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ബോധിധർമ്മന് അയാൾ തെരഞ്ഞു വന്ന ആ പ്രത്യേക തരം ഇല കിട്ടുകയാണ്. അയാൾ ആ ഇലയും പറിച്ച് നേരെ വേണിയുടെ അടുത്തേക്ക് പോയി. വേണിക്ക് സെൽവയും ടീമും എന്തൊക്കെയോ അരച്ചു കലക്കി കൊടുത്തു. എന്തോ ഭാഗ്യത്തിന് അത് കുടിച്ച ഉടൻ തന്നെ നായിക കണ്ണു തുറന്നു. ശരി, പിന്നെന്താ വീണ്ടും കാടും മേടും മരം വെട്ടലും കഞ്ഞി കുടിക്കലൊക്കെ തന്നെയാണ്. ഇവനൊരുത്തൻ ഏത് നേരോ. ഇനി സെൽവയുടെ ഒരു റൊമാൻറ്റിക് സോങ്. ഇതൊക്കെ ഞാൻ റൊമാൻറ്റിക് എന്ന് പറയണോണ്ടാണ് ഇതൊക്കെ റൊമാൻറ്റിക് സോങ് ആയിട്ട് മാറുന്നത്. കാണുന്നവര് തീരുമാനിക്കണം ഇതൊക്കെ എന്താണെന്നുള്ളത്. ഇത് പെട്ടെന്ന് തുണി ഉണങ്ങി കിട്ടാനുള്ള ഒരു ട്രിക്കാണ്. നല്ല വെയിലുള്ള സമയത്തൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ, അയാൾ അടുത്തേക്ക് വരുമ്പോ നായിക മാറിപ്പോവാണ്. താൻ അവിടെ കിടന്ന് നിരങ്ങിയിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, ആ പാന്റിലെ ഓട്ടയൊന്നല്ലാണ്ട്. A few moments later. സെൽവയ്ക്ക് 5 ലക്ഷം രൂപ കടണ്ട്. അത് ചോദിച്ച് ഏതോ ഒരു പലിശക്കാരൻ അണ്ണാച്ചി അയാളെ ബുദ്ധിമുട്ടിക്കുകയാണ്. 6 മാസത്തിലെ പണത്തെ തിരിപ്പി തരുവാണ് എഴുതിട്ട് വന്നിരിக்கிறேன். ഇതിലെ ഒരു കൈയെഴുത്ത് പോട്. ഒരു പണി പോലും മര്യാദയ്ക്ക് എടുക്കാത്ത ഇയാളൊക്കെ നമ്പി ഈ കാട്ടിന്റെ ഉള്ളിക്ക് വന്നിട്ട് 5 ലക്ഷം രൂപയ്ക്ക് ഇയാളുടെ കയ്യിൽ വെച്ച് കൊടുക്കാൻ ഏത്ര ഈ പൊട്ടൻ. ഇയാളെ വേണം ആദ്യം ചെരുപ്പൂരി അടിക്കാൻ. അപ്പൊ ഈ കടം വീട്ടാനായിട്ട് 6 മാസം മാത്രമേ സെൽവയുടെ മുന്നിലുള്ളൂ. 6 മാസത്തിലെ പണം വന്ന് ചേരണോ ഇല്ല നടക്കുന്നതേ വേറെ ആയി പോരും. അങ്ങനെ കടം വീട്ടാൻ സെൽവയുടെ മുന്നിൽ ഒരു വഴി തെളിഞ്ഞു വരികയാണ്. மாநில அளவிலான குத்துச்சண்டை போட்டி வருகிற 18ஆம் தேதி சென்னையில் நடைபெற உள்ளது. இதில் கலந்து கொண்டு வெற்றி பெறும் வீரர்களுக்கு 5 லட்சம் ரூபாய் பரிசாக வழங்கப்படும் என்று தெரிவித்துள்ளார்கள். ചെന്നൈയിൽ നടക്കുന്ന ഒരു ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് ജയിക്കുന്നവർക്ക് 5 ലക്ഷം രൂപ കിട്ടും. അതാണ് ഇപ്പൊ റേഡിയോയിൽ വന്ന അനൗൺസ്മെന്റ്. അത് കേട്ടതോടെ സെൽവ ബോക്സിംഗിന് തയ്യാറെടുക്കുകയാണ്. എന്തിന്? എടോ, പോയി വിറക് വെട്ടടോ, ജീവിക്കണ്ടേ? ബോക്സിംഗ് കോമ്പറ്റീഷനാണ് സെൽവ പോണത്. പക്ഷെ അയാള് ബോക്സിംഗിന്റെ ഒരു പ്രാക്ടീസും ചെയ്യില്ല. അങ്ങോട്ടോടും ഇങ്ങോട്ടോടും കാടിന്റെ ഉള്ളിൽ കൂടെ ഓടും. ബോക്സിംഗ് എന്ന് വെച്ച ഓട്ട മത്സരല്ല. ഞാൻ ഉള്ള കാര്യം പറയാലോ, മരം പൊക്കിയിട്ടും കുറെ അങ്ങട് ഓടിയിട്ടും കുറെ ഇങ്ങട് ഓടിയിട്ടൊന്നും കാര്യമില്ല. ആ സത്യം മനസ്സിലാക്കിയ സെൽവ തനിക്ക് വേണ്ടി ഒരു കോച്ചിനെ കണ്ടെത്തുകയാണ്. പക്ഷെ കണ്ടപ്പോ തന്നെ കോച്ച് പറഞ്ഞു, എനിക്ക് വേറെ പണിയുണ്ടെന്ന്. എല്ലാം പണം കട്ടിതാൻ കത്തുക്கிறாங்க, ഗുരുദക്ഷിണன்னு ഒന്നും ഇരിക്കല്ല. അങ്ങനെ കോച്ചിനെ കിട്ടാതെ വന്നപ്പോ വീണ്ടും സെൽവ തന്നെ പ്രാക്ടീസ് തുടങ്ങുകയാണ്. എന്തിനാ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്? എടോ, ബോക്സിങ് അതിനാണ് താൻ പോണത്, മറക്കണ്ട. ഇങ്ങനെ കിടന്ന് ഓടിയിട്ടൊന്നും കാര്യമില്ല. ഇനി തല്ല് കിട്ടുമ്പോ ഇവിടെ ഓടി വരാൻ വേണ്ടിട്ടാണോ പ്രാക്ടീസ് ചെയ്യണത്? എന്റെ അപ്പൻ എന്തിനാണോ ഇങ്ങനെ അബദ്ധം ചെയ്തത്? ഇതൊരു ഡയറക്ടർ ബ്രില്യൻസ് ആണ്. ഈ വാഴയും സെൽവയും ഒന്നാണ് എന്നാണ് അയാൾ കാണിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇയാൾക്ക് ഇത് വീടിന്റെ അകത്ത് പോയിട്ട് ചെയ്തൂടെ? ഈ മഴയത്ത് വന്നിരുന്നിട്ട് തന്നെ ചെയ്യണോ? ആ കാല് സ്ലിപ്പായോണ്ടല്ലോ മോന്തയുടെ പകുതി ആ കോൺക്രീറ്റിൽ ഇരിക്കും, പിന്നെ വടിച്ചെടുക്കേണ്ടി വരും.
അങ്ങനെ ഇവന്റെ മുക്കലും ഓടലും ചാടലും ഒക്കെ കണ്ട് ഞാനിങ്ങനെ വെറുത്തിരിക്കുമ്പോഴാണ് ആ സീൻ വന്നത്. സെൽവ ചെന്നൈയിലേക്ക് പുറപ്പെടുകയാണ്. எப்பேற்பட்ட கஷ்டமா இருந்தாலும் சுலபமா தாண்டி வந்துருவாமா. எவ்வளவு பெரிய கஷ்டமான சூழ்நிலையா இருந்தாலும் செல்வத்துக்கு சாதாரண விஷயம். എവിടെ ബോക്സിംഗ്, എവിടെ ചെന്നൈ, എവിടെ? நாம இவ்வளவு தூரம் கஷ்டப்பட்டு போட்டியில ஜெயிச்சுட்டு வந்திருக்கிறோம். ജയിച്ചുന്നോ? അപ്പൊ ബോക്സിംഗ് കഴിഞ്ഞോ? ஒருத்தர் கூட வரவேற்க வர காணுமே. അതിന് ചെന്നൈക്ക് പോയിട്ടുള്ള സീനൊന്നും കാണിച്ചില്ലല്ലോ. ഓ, അത് എടുത്താലല്ലേ കാണുള്ളൂല്ലേ. അപ്പൊ ഞാൻ ചോദിക്കണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ, ചെന്നൈക്ക് പോകാനുള്ള ബഡ്ജറ്റ് കൂടി ഇവരുടെ അടുത്ത് ഇല്ല. അല്ല, ബഡ്ജറ്റ് എന്നുള്ള വലിയ വാക്കൊന്നും ഞാൻ പറയണില്ല, വണ്ടിക്കൂലി അതുകൂടി ഇല്ല. എന്നാ പിന്നെ ഈ കാടിന്റെ ഉള്ളിൽ തന്നെ അങ്ങോട്ട് പണ്ടാരടങ്ങിയ പോരായിരുന്നു. ആരപ്പ ഇയാൾ ചെന്നൈക്ക് പോയിട്ട് ബോക്സിംഗ് ചെയ്തില്ല പറഞ്ഞിട്ട് സങ്കടപ്പെട്ട് കിടക്കണ്? അയാളൊക്കെ ഒന്ന് കാണണം. ഓരോ വധങ്ങളെ, ഇതൊക്കെ ഒരു കഥയായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് നമ്മൾ ചെറുപ്പത്തിൽ ഓരോ കളികൾ കളിക്കില്ലേ, ചിരട്ടയിൽ മണ്ണൊക്കെ വെച്ചിട്ട് ഇഡ്ലിക്കട എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വടിയൊക്കെ കുത്തി വെച്ചിട്ട്, ആ സംഭവമാണിത്. ഒരു കാട്ടിന്റെ ഉള്ളിൽ പോയിട്ട് ആള് ഇല പറിച്ചിട്ട് അയാളുടെ ഇല പറിച്ചിട്ട് തന്റെ തലയില വെക്കണ്ട്, നെല്ലിക്കത്തളം എന്നൊക്കെ പറയും. കുറെ ഇല പറക്കലും തേങ്ങയിട്ട് അയാളൊരു ബോധ്യധർമ്മം വന്നിക്കണു. അല്ല ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെ തന്നെ പറയണം. പഴങ്കഞ്ഞി കയ്യിലെടുത്തിട്ട് ബിരിയാണി തിന്നണ പോലെ വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. പഴങ്കഞ്ഞിയുടെ ടേസ്റ്റ് തന്നെ ഉണ്ടാവുള്ളൂ. തുടക്കത്തിലുണ്ട് പൂമ്പാറ്റയും തുമ്പിയൊക്കെ കാണിക്കണം. നമ്മളാരും കണ്ടിട്ടില്ലല്ലോ ഇതിനൊന്നും. നമ്മൾ മറ്റേ അവതാരത്തെ പാണ്ഡവറയിലെ താമസിക്കണേ. അപ്പൊ ഇയാള് ചെന്നൈ പോയിട്ട് ബോക്സിംഗ് കഴിഞ്ഞ് 5 ലക്ഷമായിട്ട് വന്നിരിക്കുകയാണ്. ഇയാളുടെ കയ്യിലുള്ള ആ സഞ്ചിയിൽ 5 ലക്ഷം രൂപ ഉണ്ട്. അത് കാണിച്ചിട്ടില്ല, അത് നമ്മൾ വിശ്വസിക്കണം. നിങ്ങൾക്ക് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ വിശ്വസിക്കുക. ഇനിയിപ്പോ 10 ലക്ഷം വിശ്വസിക്കണോ? വിശ്വസിച്ചോ. 1 കോടി ആ സഞ്ചിയിലുണ്ട്, ഇത് വിശ്വസിക്കണോ? വിശ്വസിച്ചോ. നാളെ ഇയാൾ സ്പൈഡർമാൻ ആണ് പറഞ്ഞിട്ട് സിനിമ ഇറക്കിയാലും വിശ്വസിക്കുക. ഞാൻ പറയുന്നത് സത്യമാണ്. നല്ല മനസ്സുണ്ടെങ്കിൽ വിശ്വസിക്കുക, ഇല്ലെങ്കിൽ നല്ല മനസ്സ് വരുന്ന സമയത്ത് വിശ്വസിക്കുക. പിന്നെന്താ, കഥ അവിടെ വെച്ച് കഴിഞ്ഞു. ആർക്കും ഒരു മൊബൈൽ അവിടെ നിന്നോ കളഞ്ഞു കിട്ടി. അപ്പൊ അത് കിട്ടിയ ആള് വീഡിയോ ക്യാമറ ഒന്ന് ഓണാക്കി നോക്കി, സൗണ്ട് ഉണ്ടോ ക്ലാരിറ്റി ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി. ആ ഒരു സാമ്പിൾ ആണ് നമ്മൾ ഇത്ര നേരം കണ്ടത്. എന്തായാലും ഈ പടം എടുത്തു വെച്ച ആൾക്ക് അർഹിച്ച അംഗീകാരം തന്നെ കിട്ടിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരൊക്കെയോ മുജ്ജന്മത്തിലെ പക തീർക്കും പോലെ തല്ലി അമ്പലത്തിലെ ആൽത്തറയിൽ കിടന്ന് പനിച്ചു വിറച്ചു. പമ്പരം പരത്തി വിടാം.